as the sun begins to rise, we lift our hearts to the skies. Jesus, you're our guide and light. Fill our day with love so bright. Morning devotion, we come in. Praise the Lord. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ അടുക്കൽ, യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ യേശുവിന്റെ അടുക്കൽ അനേകർ വന്ന ആരും രോഗസൗഖ്യത്തിന് വേണ്ടി വന്നവരാരും നിരാശപ്പെട്ടു പോയി. അവരുടെ ആരുടെയും പ്രാർത്ഥനയുടെ വലിപ്പമോ ആചാരങ്ങളോ അനുഷ്ഠാനമോ, അവർ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവർ ഏത് നിലയിൽ, ഏത് ഡ്രസ് കോഡ്, ഏത് വാക്ക്, ഏത് സംഭാഷണം, ഏത് നാഷണാലിറ്റി, ഏത് കുടുംബം, ഏത് ഗോത്രം, ഇതൊന്നും കർത്താവ് നോക്കി. ഒറ്റ കാര്യമേ കർത്താവ് ചോദിച്ചു: എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും അങ്ങനെ വിശ്വാസത്തോടെ തൊട്ട് അത്ഭുതം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനുശേഷം കർത്താവോട് പറഞ്ഞുറപ്പിക്കും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. നമ്മുടെ ജീവിതത്തിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശീലിച്ചവർ, പ്രാർത്ഥന പലപ്പോഴും ദൈവത്തെ മാറ്റാനായിട്ട്, ദൈവത്തിന്റെ മനസ്സലിവുള്ളവനാക്കി ദൈവത്തെ മാറ്റാനായിട്ടുള്ള പ്രാർത്ഥനയായിട്ട് പലപ്പോഴും മാറാറുണ്ട്. അല്ല, നമ്മുടെ ഹൃദയത്തിൽ ദൈവം മനസ്സലിയുന്നവനാണെന്നും ദൈവം എൻ്റെ സ്വന്തമാണെന്നും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിലെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയുടെ വലിപ്പമല്ല, പ്രാർത്ഥനയുടെ വാചകങ്ങളല്ല, പ്രാർത്ഥനയുടെ സമയപരിധിയല്ല, അത് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഉറപ്പാണ് നിങ്ങളുടെ അത്ഭുതത്തിന്റെ അടിസ്ഥാനം. അഥവാ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യമല്ല, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴമാണ് നിങ്ങളുടെ അത്ഭുതത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും, ഹല്ലേലൂയ, ഞാൻ ദൈവ പൈതലാണ്. ക്രിസ്തു എൻ്റെ പാപത്തിനുവേണ്ടിയും ശാപത്തിനുവേണ്ടിയും രോഗത്തിനുവേണ്ടിയും മരിച്ചു. ഐ ബിലീവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ ബോധ്യത്തോടെയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ വിശ്വാസത്താൽ വലിയ കാര്യങ്ങളെ പ്രാപിക്കുന്ന ഒരു പകലായിട്ട് കർത്താവ് മാറ്റട്ടെ. God bless you. Amen.